പറയാൻ വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡ് ഇല്ലേ, അതെങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ പഴയ ഹെയർ ബാൻഡുകളില്ലേ, അത് വെച്ച് എന്താ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഈ ലേസിലെ മുത്തുകളും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ലേസ്, അത് വെച്ച് ഞാൻ ഈ ഹെയർ ബാൻഡിനെ നല്ല മനോഹരമാക്കി തരാം. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈൻ വഴി കിട്ടും. കണ്ടോ, ഇത് നിറയെ സ്റ്റോൺസും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. നിറയെ കളറുകളുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. ആദ്യം നമുക്കിത് ഒരു ഹെയർ ബാൻഡിന്റെ അളവിൽ കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോ ഇത് ഹെയർ ബാൻഡിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെവിയുടെ ബാക്കി വെക്കുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ നമുക്കൊരു ക്ലോത്ത് പീസ് ഇത് കെട്ടിക്കൊടുക്കണം. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് കത്തിക്കാനുള്ള ചൂടാക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്ലൂ ഗണ്ണ് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഗ്ലൂ ഗണ്ണിന്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടേ നിങ്ങളത് ചെയ്യാവുള്ളേ. ഫ്രണ്ട്സ്, ഞാനിത് ഒട്ടിക്കാൻ പോകുന്നു. പിന്നെ നിങ്ങളത് ഒട്ടിക്കാനുള്ളത് പെട്ടെന്ന് ചെയ്യാതെ ഈ ഗ്ലൂ ഗണ്ണിന്റെ ഇത് തണുത്തു പോകും. പിന്നെ കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഈ അറ്റത്ത് ഭയങ്കര ചൂടുള്ളതാണ്. ഞാനിത് പകുതി ഒട്ടി, നല്ല രസമില്ലേ? പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് ചെയ്യാനേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാന്. ഇതുപോലെ വാങ്ങിക്കാൻ ഓൺലൈനിൽ നിന്ന് കിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഹെയർ ബാൻഡ് വെക്കുമ്പോൾ ചെവിയിലൊക്കെ ബാക്കിൽ വേദന എടുക്കായിരിക്കും. ഞാൻ ഒരു ക്ലോത്തിന്റെ പീസ് വെക്കാറുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വെക്കാവേ. ഫ്രണ്ട്സ്, ഞാനിപ്പോ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇനി നമുക്കിത് ഉണങ്ങാൻ വെച്ചിട്ട് ഇനി 2 പഴയ ഹെയർ ബാൻഡ് ഉണ്ട്, അതും കൂടെ ഇനി നമുക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, ഞാൻ ഈ 3 ഹെയർ ബാൻഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായോ പഴയ ഹെയർ ബാൻഡ് കൊണ്ട് നമുക്ക് ഉപകാരങ്ങളുണ്ടെന്ന്? കണ്ടില്ലേ, ഈ പഴയ ഹെയർ ബാൻഡ് ഒക്കെ ഇപ്പം പുതിയ ഹെയർ ബാൻഡ് പോലായി. ഇത് നിങ്ങൾക്ക് ഇനി ഏത് ഡ്രസ്സിലും ഇടാം. കണ്ടോ, പല കളേഴ്സിലെ പൂക്കളാണ് ഇതിലുള്ളത്. ഇതിലൊരെണ്ണം ഞാൻ എന്റെ അനിയത്തിയുടെ തലേന്ന് വെച്ച് നോക്കട്ടെ. കണ്ടില്ലേ? ഫ്രണ്ട്സ്, എന്റെ തലയിലിരിക്കുന്ന ഹെയർ ബാൻഡ് ഞാൻ മാറ്റിയിട്ട് ഇതിലാണ് വെക്കാൻ പോവാം. പിന്നെ എന്റെ തലയിൽ നീ ഹെയർ ബാൻഡ് കണ്ടില്ലേ, ഇതിലും ഞാൻ ഇതുപോലെ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ എന്റെ തലയിലിരുന്നത് ഒട്ടിച്ചു കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞിട്ട് ഇതുപോലത്തെ ലേസ് ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കണം വീട്ടില്.
നിങ്ങൾക്ക് ചെയ്താൽ ഇതൊക്കെ അടുത്തുള്ളൂ. നമ്മൾ ഫോണൊക്കെ കാണുന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പരിപാടിയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നമ്മുടെ പഴയതായിട്ടിരിക്കുന്ന എത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിൽ ഭംഗിയാക്കാൻ പറ്റുമെന്ന് അറിയാവോ? കണ്ടില്ലേ, 2 ഹെയർ ബാൻഡ് ഞങ്ങളുടെ തലയിൽ വെക്കാനായി 2 ഹെയർ ബാൻഡ് മീതിയും വന്നു. ഞങ്ങളിപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു സ്ലൈഡും ചെയ്യണം. കണ്ടോ, ബാക്കി വന്ന ഇത്രയും ലേസും പിന്നെ കുറച്ച് മുത്തുകൾ കണ്ടില്ലേ, അതും വെച്ച് ഞങ്ങൾ ഇനി സ്ലൈഡുകൾ ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ 4 സ്ലൈഡിൽ ഒട്ടിക്കാനുള്ള 4 ലേസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ എടുത്ത് ഒട്ടിക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബാക്കിലായിട്ട് കുറച്ച് ഒട്ടിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഞാൻ എന്റെ ബാക്കിൽ ഒട്ടിച്ച് നമുക്ക് ഇതിൽ ഒരെണ്ണെടുത്ത് ഒട്ടിച്ചു. ഇനി ഞാൻ ഫ്രണ്ടിലോട്ട് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ച് തുടങ്ങി. ഞാൻ ആദ്യത്തെ സൈഡ് സ്ലൈഡില്ലേ ഒട്ടിച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഉണക്കാൻ പറഞ്ഞു. ഇനി ഞാൻ രണ്ടാമത്തെ എടുക്കുകയാണ്. ഇതിന്റെ ബാക്കില് നമുക്ക് ആദ്യം ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഈ 4 എണ്ണം ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് തുണയും കഴിഞ്ഞാൽ നിങ്ങൾ തുറന്ന് കാണിക്കുന്നത് കണ്ടോ? ഞാൻ ഇവളുടെ തലയിൽ നല്ല ഭംഗിയാണ്. കണ്ട നല്ല രസമില്ലേ? അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഒരു ലൈൻ ചെയ്തു, രണ്ടാമത് ഞങ്ങള് 4 സ്ലൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുത്ത് വെച്ച് ബാക്കി വന്ന സ്ലൈഡ് കൊണ്ട് കുറച്ചുകൂടി ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മളൊരു സ്ലൈഡ് ഒട്ടിച്ച് അപ്പൊ രണ്ടാമത്തെ സ്ലൈഡ് എടുക്കുക. രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. മൂന്നാമത്തെ സ്ലൈഡ് എടുക്കുക. മൂന്നാമത്തെ സ്ലൈഡ് ഒട്ടിച്ചു. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഞങ്ങളൊക്കെ ലേസ് വെച്ച് 4 റായും പിന്നെ 4 സ്ലൈഡും വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇവളുടെ തലയിൽ കുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ റാ. പിന്നെ സ്ലൈഡ് ലേസ് വെച്ചിട്ടുള്ള സ്ലൈഡ്. പിന്നെ നമ്മള് ഈ മുത്തും കൊണ്ടുണ്ടാക്കിയ ഒരു 3 സ്ലൈഡ്സ് ഉണ്ട്. ഇത് ഇവളുണ്ടാക്കിയതാണ്. ഈ മുത്തുകളുടെ കൂടെ ഇത് നിങ്ങൾ ഇതുപോലൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ സംഭവങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പുതിയ ഓൺലൈൻ ഇതുപോലൊക്കെ വാങ്ങിച്ചിട്ട് പുതിയതായിട്ടൊക്കെ അത് ഡെക്കറേഷൻ ചെയ്ത് ഉണ്ടാക്കാമെന്നൊക്കെ. ഫ്രണ്ട്സ്, അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.